സുഹൃത്തെ, നമ്മളിപ്പം ഇവിടെ നിങ്ങൾ ക്യാമറ വെക്കുമ്പോൾ ഈ മതിൽ തൊട്ടടുത്തുള്ള വീട് അവരുടെ അടുക്കള ഭാഗമാണ് ഇതിന്റെ പുറകു വശത്തുള്ളത്. ഉൾപ്പെടുവോ? അങ്ങനെ എന്താ സ്ഥിതി? ഇല്ല, ഉൾപ്പെടില്ല. ഞങ്ങൾ മതിലിൻ്റെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ക്യാമറ വെക്കുന്നത്. ഓക്കെ. അപ്പം ഇനിയിപ്പം അവർക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടെന്ന് വിചാരിച്ചോ? ഇപ്പം ആ വീടിന്റെ ഭാഗങ്ങൾ ഉൾപ്പെടുന്നുണ്ടെന്നൊരു സംശയം ഉണ്ടെങ്കിൽ അതെങ്ങനെ അവർക്കത് മനസ്സിലാക്കി കൊടുക്കും നിങ്ങൾ? അത് ഞങ്ങൾ ആദ്യം അവരോട് പറഞ്ഞ് ക്ലിയർ ആക്കിയിട്ട് അവരുടെ സമ്മതം എടുക്കും. സമ്മതം എടുത്തതിന് ശേഷം ഞങ്ങൾ എന്ത് ചെയ്ത് ക്യാമറ ഒക്കെ ഫിറ്റ് ചെയ്ത് ലാസ്റ്റ് അവരുടെ വിഷ്വൽസ് ഒക്കെ കാണിച്ചതിന് ശേഷമാണ്. CCTV നിരീക്ഷണ ക്യാമറകൾ വെക്കാൻ പോകുന്നവരോ വെച്ചവരോ ആയിക്കോട്ടെ, നമ്മൾ തീർച്ചയായിട്ടും അയൽവാസികളുടെ, നമ്മളെ അടുത്ത വീട്ടുകാരൻ്റെ പ്രൈവസിയെ റെസ്പെക്റ്റ് ചെയ്യൽ നിർബന്ധമാണ്. ഇനി നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ വീട്ടുമുറ്റത്ത് അയൽക്കാരൻ സ്ഥാപിച്ചിരിക്കുന്ന ക്യാമറയിൽ നിങ്ങളുടെ വീടും പരിസരവും ഉൾപ്പെടുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവരുമായി സഹകരിച്ചുകൊണ്ട് ആ വിഷ്വൽ കാണാൻ ആവശ്യപ്പെടുകയും അതിൽ നിങ്ങളുടെ പരിസരവും നിങ്ങളുടെ വോയിസുകൾ, നിങ്ങളുടെ ശബ്ദങ്ങൾ അതിൽ കേൾക്കുന്നില്ല, അവരത് കാണുന്നില്ല എന്ന് ഉറപ്പുവരുത്തലും നിർബന്ധമാണ്. അതിനവർ സഹകരിക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിയമ സഹായം തേടാവുന്നതാണ്. കാരണം മറ്റുള്ളവരുടെ പ്രൈവസിയെ, അവരുടെ സ്വകാര്യ നിമിഷങ്ങൾ അവരവരുടെ കുടുംബവുമായി വീട്ടുമുറ്റത്തോ വീടിൻ്റെ അടുക്കള ഭാഗങ്ങളിലോ എവിടെയോ ഇരുന്ന് കഥകൾ പറയുന്ന സമയത്ത് അല്ലെങ്കിൽ അവർ സംസാരിക്കുമ്പോൾ അത് അടുത്ത അയൽവക്കക്കാരൻ അല്ലെങ്കിൽ അത് അടുത്ത വീട്ടുകാരൻ അവൻ്റെ മൊബൈൽ ആപ്ലിക്കേഷന് വഴി കേൾക്കുകയും കാണുകയും ചെയ്യുക, റെക്കോർഡ് ചെയ്യുക, അതൊക്കെ കുറ്റകൃത്യം തന്നെയാണ്. CCTV ക്യാമറയുടെ ദുരുപയോഗത്തെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ സുരക്ഷയിൽ നിന്ന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത സംവിധാനം തന്നെയാണ് CCTV ക്യാമറകൾ. ഇന്ന് നാം കേൾക്കുന്ന ഓരോ വാർത്തകളിലും, ദിവസം കേൾക്കുന്ന എല്ലാ വാർത്തകളിലും CCTVയുടെ ഒരു വിഷ്വൽ പോലും ഇല്ലാത്ത വാർത്തകൾ നമ്മൾ കാണാതെ പോകുന്നില്ല. കാരണം പോലീസ് സംവിധാനങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്യുന്ന ഒന്ന് തന്നെയാണ് ഈ നിരീക്ഷണ ക്യാമറകൾ. ഒരു ക്രൈം നടന്നു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ആ ഒരു പ്രതിയിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു വഴിയും കൂടിയാണ് CCTV ക്യാമറ സംവിധാനങ്ങൾ. ഇന്ന് ഇറങ്ങിയിരിക്കുന്ന അത്യാധുനിക ടെക്നോളജിയോടുള്ള ക്യാമറകൾ, സ്മാർട്ട് ക്യാമറകൾ ഒക്കെ, അതിനെക്കുറിച്ചാണ് ഞാൻ ചെറിയൊരു രീതിയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഏറ്റവും ബേസിക്കായിട്ട് ഇറങ്ങിയിരിക്കുന്ന ക്യാമറകളിൽ പോലും വോയിസ് റെക്കോർഡിംഗ് ഉണ്ട്. വോയിസ് റെക്കോർഡ് ചെയ്യാനുള്ള സംവിധാനങ്ങളുള്ള ക്യാമറകളാണ്. നിങ്ങളുടെ വീട്ടുമുറ്റത്തുള്ള ക്യാമറയിൽ ഒരു 20 മീറ്ററോളം അകലെയുള്ള ശബ്ദങ്ങൾ വളരെ നല്ല ക്ലാരിറ്റിയോട് കൂടി തന്നെ റെക്കോർഡ് ചെയ്യാനും അത് നിങ്ങളുടെ അയൽക്കാരന് മൊബൈൽ ആപ്ലിക്കേഷൻ വഴി കേൾക്കാനും സാധിക്കും. അതുപോലെ തന്നെ 1 കിലോമീറ്റർ ദൂരമൊക്കെ സൂം ചെയ്ത് റെക്കോർഡ് ചെയ്യാൻ സാധിക്കുന്ന ക്യാമറകളൊക്കെ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഉദാഹരണത്തിന് ഇത് ഹൈക്വിഷൻ്റെ ഒരു PTZ മോഡൽ ക്യാമറയാണ്. ഇതുപോലെയുള്ള നിരവധി മോഡൽ ക്യാമറകൾ ഹൈക്വിഷൻ ഇറക്കുന്നുണ്ട്. ഹൈക്വിഷൻ മാത്രമല്ല, നിരവധി കമ്പനികൾ ഇറക്കുന്നുണ്ട്. 1 കിലോമീറ്ററൊക്കെ ദൂരം സൂം ചെയ്തുകൊണ്ട് നിങ്ങളുടെ പരിസരത്ത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇമേജിൻ ചെയ്ത് നോക്കിയാൽ മതി. നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് നിന്ന് 1 കിലോമീറ്റർ ദൂരം ആ ഒരു സർക്കിളിൽ 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് ആ മുഴുവൻ ഏരിയയും ഒപ്പിയെടുത്ത് റെക്കോർഡ് ചെയ്യാൻ സാധിക്കുന്ന ക്യാമറകളാണ്. ഇത്തരം ക്യാമറകൾ പോലീസ് സംവിധാനങ്ങൾ, റോഡ് സുരക്ഷ, അത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് കൂടുതലും ഇൻസ്റ്റാൾ ചെയ്യാറ്. പക്ഷേ സ്വകാര്യ വ്യക്തികൾ ക്യാമറകൾ സ്ഥാപിക്കുന്നുണ്ടെങ്കിൽ ഇത് ആ ഭാഗത്തുള്ള ഈ ക്യാമറയുടെ പരിധിയിൽപ്പെടുന്ന മുഴുവൻ ആളുകളിൽ നിന്നും സമ്മതമെടുക്കൽ നിർബന്ധമാണ്. ഇത്തരം ക്യാമറകൾ നിങ്ങളുടെ പരിസരത്ത് എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ അതിനെക്കുറിച്ച് അന്വേഷിക്കുകയും ആരാണത് സ്ഥാപിച്ചിരിക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ബോധമുണ്ടായിരിക്കണം. ഇന്ന് നമ്മളെ മാർക്കറ്റിൽ അവൈലബിൾ ആകുന്ന നിരവധി സ്മാർട്ട് ക്യാമറകളുണ്ട്. ആ ക്യാമറകളിലൊക്കെ ഒരുപാട് ഓപ്ഷനുകളാണുള്ളത്. ഈ നമ്മളൊരു ക്യാമറ നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ സ്ഥാപിച്ചു കഴിഞ്ഞാൽ, ആരെങ്കിലും നമ്മുടെ വീട്ടുമുറ്റത്ത് എത്തിക്കഴിഞ്ഞാൽ തത്സമയം നമ്മളെ മൊബൈലിലോട്ടേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരികയും നമുക്ക് ആ വന്ന ആളോട് സംസാരിക്കാനുള്ള സൗകര്യം, അങ്ങനെ നിരവധി അനവധി ഓപ്ഷനുകളുള്ള ക്യാമറകളാണ് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഈ ക്യാമറകളെ കൊണ്ട്, ഇത്തരം ടെക്നോളജികളെ കൊണ്ട്, ടെക്നോളജിയെക്കുറിച്ച് വ്യക്തമായ ബോധ്യമുള്ള ആളുകളാണ് ക്രൈം ചെയ്യാനും മുമ്പിൽ ഇറങ്ങിയിരിക്കുന്നത്. ഉദാഹരണത്തിന് എൻ്റെ കയ്യിലുള്ള ഈ ഒരു ക്യാമറ ബാറ്ററി ചാർജ് വെച്ചുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതായത് സോളാർ വെച്ച് ബാറ്ററി ചാർജ് ചെയ്യാം. ഇനി അതെല്ലാം നമ്മൾ വീട്ടിൽ വെച്ച് ചാർജ് ചെയ്ത് അവിടെ എവിടെയും കൊണ്ടായി സ്ഥാപിച്ച് കഴിഞ്ഞാൽ ദിവസങ്ങളോളം, ചിലതൊക്കെ മാസവും 2 മാസമൊക്കെ പറയുന്നുണ്ട് ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് വർക്ക് ചെയ്യുന്ന രീതിയിലുള്ള നിരവധി ബ്രാൻഡുകളുടെ ക്യാമറകൾ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഇത്തരം ക്യാമറകൾ കൊണ്ടുള്ള ദുരുപയോഗം ഇനി ആരെങ്കിലും ഉദാഹരണത്തിന് പറയുകയാണ്, ഒരു ബാങ്ക് കൊള്ളയടിക്കാൻ ആരെങ്കിലും പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു ക്യാമറയിൽ
ചാർജ് ചെയ്തുകൊണ്ട് ഒരു സിം കാർഡ് ഇട്ടുകൊണ്ട് ഫുൾ ഡാറ്റ ചാർജ് ചെയ്തിട്ട് ആ ബാങ്കിനെ ഫോക്കസ് ചെയ്ത് ഒരു 50, 20, 30 മീറ്റർ അകലത്തിൽ ഒരു ക്യാമറ വെച്ച് എവിടെയും വെക്കാമല്ലോ. ആരും വിചാരിക്കും അത് ആ കടക്കാരൻ വെച്ചതാണ് അല്ലെങ്കിൽ മറ്റാരെങ്കിലും വെച്ചാന്ന് ധരിക്കുകയുള്ളൂ. വെക്കുന്നു. ഈ ഇദ്ദേഹത്തിൻ്റെ മൊബൈൽ വെച്ചുകൊണ്ട് എവിടെയെങ്കിലും ഈ കൊള്ളസംഘം അവരുടെ ആസ്ഥാനത്തിരുന്നു കൊണ്ട് ഫുൾ ടൈം മോണിറ്റർ ചെയ്ത് ആ ബാങ്കിനെ നിരീക്ഷിക്കാനുള്ള ഒരു സംവിധാനമായിട്ട് അവർക്കും ഇത് ഉപയോഗിക്കാം. അപ്പം ഇത്തരം ക്യാമറകൾ നിങ്ങളുടെ പരിസരങ്ങളിൽ കാണുകയാണെങ്കിൽ, ഇനി നിങ്ങളുടെ സ്ഥാപനത്തിന് തൊട്ടടുത്ത് കാണുകയാണെങ്കിൽ ആ ക്യാമറ വെച്ചിരിക്കുന്ന ആളെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. 2025 നമ്മളിപ്പോൾ ഉള്ളത്. ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന ക്യാമറകൾക്കൊക്കെ നിരവധി ഓപ്ഷനുകളാണുള്ളത്. ഈ രീതിയിലുള്ള സുരക്ഷാ ഭീഷണിയിൽ നിന്നും നമുക്ക് രക്ഷ നേടാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയുള്ള ക്യാമറകൾ തന്നെയാണ്. പക്ഷേ നമ്മൾ നിലവിൽ ഇത്രയും കാലം കുറച്ച് മുമ്പ് വരെ ഇറങ്ങിയിരിക്കുന്ന ക്യാമറകളൊക്കെ ഏതെങ്കിലും രീതിയിൽ ഒരു ക്രൈം നമ്മൾ വീട്ടിൽ നടന്നു കഴിഞ്ഞാൽ കാലത്ത് നമ്മൾ ആ ക്രൈം നടന്നു വരെ അറിയുകയും അത് നമ്മൾ നാട്ടുകാരെ അറിയിക്കുന്നു, പോലീസിനെ അറിയിക്കുന്നു, പോലീസ് വരുന്നു, പരിശോധന നടത്തുന്നു. ആ സമയമാകുമ്പോഴേക്ക് ഈ പറഞ്ഞ കൊള്ളാ സംഘങ്ങൾ അവർ സംസ്ഥാനം തന്നെ വിട്ടുപോകുന്ന സമയമായിട്ടുണ്ടാകും. ഇന്ന് നമുക്ക് ആവശ്യമുള്ളത് അതല്ല. ഒരു ക്രൈം നടക്കുമ്പോൾ നമ്മൾ വീട്ടുമുറ്റത്ത് രാത്രി നമ്മൾക്ക് തീരുമാനിക്കാൻ സമയം 8 മണിയോ 10 മണിയോ എപ്പോൾ ആയിക്കോട്ടെ, വീട്ടുമുറ്റത്ത് ഒരാൾ വന്ന് നിന്ന് കഴിഞ്ഞാൽ തത്സമയം നമ്മുടെ മൊബൈലിലോട്ടേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരികയും ആരാണെന്ന് പരിശോധിക്കുകയും നമുക്ക് അവരോട് സംസാരിക്കാനുള്ള സൗകര്യമുള്ള ക്യാമറകളാണ്. അതേ സമയത്ത് തന്നെ ക്യാമറകളിൽ നിന്ന് സൈറൺ ശബ്ദമുണ്ടായിക്കൊണ്ട് ഈ വന്നയാളെ ഭയപ്പെടുത്താനും ക്യാമറയ്ക്ക് സാധിക്കുന്നതാണ്. ആ സൈറൻ്റെ ശബ്ദം ഒരുപക്ഷെ നിങ്ങൾ അയൽക്കാരന് പോലും കേൾക്കാൻ രീതിയിലുള്ള വോള്യത്തിലാണ് അത് വർക്ക് ചെയ്യുന്നത്. നിങ്ങൾ വീട്ടിൽ ഉറങ്ങിക്കിടക്കുന്ന ആളുകൾക്ക് ചില ഉണരാനുള്ള സാധ്യതയും ആ സൈറൺ കൊണ്ടുണ്ടാവാം. ഇത്രയും സംവിധാനങ്ങളിലെ ക്യാമറകൾക്കാണ് മുൻഗണന കൊടുക്കേണ്ടത്. അതായത് ഈ കുറുവാ സംഘങ്ങൾ പോലെയുള്ള ക്രിമിനൽ പശ്ചാത്തലമുള്ള കൊള്ളാ സംഘങ്ങൾ നമ്മളെ നാട്ടിൽ യാതൊരു കരുണയും അവരിൽ പ്രതീക്ഷിക്കേണ്ട. അവരൊക്കെ വീട്ടുമുറ്റത്ത് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ അറിയുക നിർബന്ധമാണ്. അല്ലാതെ നിങ്ങൾ ക്യാമറ വെച്ചതുകൊണ്ട് ആ ക്യാമറയിൽ നാളെ കാലത്ത് സംഭവം നടന്ന് ആ സംസ്ഥാനം വിട്ടുപോയ കുറുവാ സംഘത്തെക്കുറിച്ച് നാളെ കാലത്ത് അറിയുന്നതിനേക്കാൾ നല്ലത് വന്ന സ്പോട്ടിൽ ആ വിവരം നമ്മൾ അറിയുക എന്നുള്ളതാണ്. CCTV ക്യാമറയുടെ ദുരുപയോഗത്തെക്കുറിച്ച് ഞാൻ ചെയ്ത ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഒരു സീനിയർ അഡ്വക്കേറ്റിനോട് ഒരു യുവതി ചോദിക്കുകയാണ്, ഞാനൊരു ഹൗസിംഗ് കോളനിയിലാണ് താമസിക്കുന്നത്. എൻ്റെ അയൽക്കാരൻ എൻ്റെ വീടിന് അഭിമുഖമായി CCTV ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട്. ഇത് എൻ്റെ വീട്ടിൻ്റെ മുൻവശവും പരിസരങ്ങളും നിരീക്ഷിക്കാൻ അവന് സാധിക്കുന്നുണ്ട്. അയാളുടെ വീടിൻ്റെ മേൽനോട്ടത്തിനായി അദ്ദേഹത്തിന് മറ്റ് ആംഗിളിൽ ക്യാമറ സ്ഥാപിക്കാമായിരുന്നു. പക്ഷേ എന്നെയും എൻ്റെ വീട്ടിലേക്ക് വരുന്ന അതിഥികളെയും അദ്ദേഹം ക്യാമറയിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നു. അത് കാരണം എനിക്കെൻ്റെ സ്വന്തം സിറ്റൗട്ടിൽ സ്വതന്ത്രമായിരിക്കാൻ കഴിയുന്നില്ല. ദയവായി മറുപടി തരിക. എൻ്റെ വീടിൻ്റെ മുൻവശത്തെ മുറ്റത്തെ നിരീക്ഷിക്കാൻ ക്യാമറ പ്രത്യേക ആംഗിളിൽ വെച്ചിരിക്കുകയാണ്. CCTVയുടെ ദുരുപയോഗത്തെപ്പറ്റി അയൽക്കാർക്ക് പരാതിപ്പെടാമോ? അപ്പോൾ അതിന് അഡ്വക്കേറ്റിൻ്റെ വിശദമായ മറുപടിയുണ്ട്. നിങ്ങളുടെ അയൽക്കാരൻ നിങ്ങളുടെ വീടിന് അഭിമുഖമായി ഒരു CCTV ക്യാമറ സ്ഥാപിക്കുകയും അത് നിങ്ങളുടെ സ്വകാര്യതയ്ക്കുള്ള അവകാശത്തെ ലംഘിക്കുകയും ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഇനി പറയുന്ന നടപടികൾ സ്വീകരിക്കാവുന്നതാണ്. ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ അയൽക്കാരനോട് സംസാരിക്കുക, പ്രശ്നം രമ്യമായി പരിഹരിക്കാൻ ശ്രമിക്കുക. അതാണ് ഉചിതം. നിങ്ങളുടെ ആശങ്കകൾ വിശദീകരിച്ച് ക്യാമറ ക്രമീകരിക്കാൻ അവരോട് ആവശ്യപ്പെടുക. നിങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കാൻ നിങ്ങളുടെ അയൽക്കാരൻ തയ്യാറല്ലെങ്കിൽ പോലീസിൽ പരാതി നൽകുക. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് പ്രകാരം 2000 സെക്ഷൻ 66E പ്രകാരം നിങ്ങൾക്ക് ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാം. വ്യക്തിയുടെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റം ശിക്ഷാർഹമായ കുറ്റമാണ്. നിയമത്തിൻ്റെ 66E വകുപ്പ് പ്രകാരം സ്വകാര്യതയുടെ ലംഘനവുമായി ബന്ധപ്പെട്ട് 3 വർഷം വരെ തടവും പിഴയും വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ അയൽക്കാരൻ്റെ പ്രവൃത്തികൾ സെക്ഷൻ 66E പ്രകാരം നിങ്ങളുടെ സ്വകാര്യതയിലേക്കുള്ള ലംഘനമാണെന്ന് കണ്ടെത്തിയാൽ പോലീസ് വിഷയം അന്വേഷിക്കുകയും ഉചിതമായ നടപടി സ്വീകരിക്കുകയും ചെയ്യും.